ഹലോ, ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും അവിടെ ഹോം പേജിൽ കാഷ്വൽ ചാനൽ യൂസറിൻ്റെ വീഡിയോസാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും എന്നെപ്പോലെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കുറവുള്ള ചാനൽസിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു മെത്തേഡ് വെച്ചിട്ടാണ് ഞാനിത് പരിഹരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ സൈറ്റിൽ കയറുക എന്നുള്ളതാണ്. സൈറ്റിൽ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സൈൻ ഇൻ എന്ന് പറയുന്നിട്ടുള്ള ഓപ്ഷനുണ്ട്. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സൈൻ ഇൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയ പേജ് ഓപ്പൺ ആയിട്ട് വരും. ആ പേജിൽ നമ്മുടെ വീഡിയോസും അതുപോലെ അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഐക്കൺസ് ഉണ്ട്. അതിൽ താഴെ നിന്ന് രണ്ടാമത്തെ ഐക്കൺ, ഈ ഗ്രീൻ ടിക്ക് കൊടുത്തിരിക്കുന്ന ഐക്കൺ, അതായത് ചാനൽ കസ്റ്റമൈസേഷൻ എന്നാണ് ഐക്കണിൻ്റെ നെയിം. ആ ഐക്കണാണ് നമുക്കിനി ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചാനൽ കസ്റ്റമൈസേഷൻ ഇതാ ഇപ്പോൾ കാണുന്ന പോലെ വരും. അതിൽ ലേഔട്ടിൽ എന്താണ് ചാനൽ ട്രെയിലർ ഫോർ പീപ്പിൾ ഹൂ ഹാവൻ സബ്സ്ക്രൈബ്ഡ് എന്നുള്ളതുകൊണ്ട് ഫീച്ചേർഡ് വീഡിയോ ഫോർ റിട്ടേണിങ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. 2 റെഡ് ടിക്ക് കണ്ടില്ലേ? അതിന് രണ്ടിൻ്റെയും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, ആ ആഡിൽ നമ്മൾ രണ്ടിൻ്റെയും ആഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതിന് ശേഷമുള്ള ദാ ഇവിടെ കാണുന്നത് ഞാൻ 2 വീഡിയോസാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ പബ്ലിഷ് എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. അതുകൂടെ നമ്മൾ കൊടുക്കണം. അങ്ങനെ പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് വ്യൂ ചാനൽ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ദാ ഇപ്പോൾ എൻ്റെ ചാനൽ ഓപ്പൺ ആയി വന്നു. ആ ചാനലിൽ വേറെ ആദ്യമേ നമ്മൾ കണ്ടതുപോലെ ഹോം പേജിലൊന്നും വേറെ ആരുടെയും വീഡിയോസ് ഒന്നുമില്ല. എൻ്റെ വീഡിയോസ് മാത്രമേ വന്ന് കിടക്കുന്നുള്ളൂ. അതായത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിടണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ താങ്ക് യു.